പലപ്പോഴും ഡിപ്രഷൻ ഉണ്ട് എന്ന് ആൾക്കാർക്ക് തന്നെ അറിയില്ല. അത് ട്രീറ്റിംഗ് ഡോക്ടർ ഇപ്പോൾ ഇങ്ങനത്തെ അസുഖമൊക്കെ ഉള്ള ആൾക്കാർക്ക് അങ്ങനെയാണോ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ചോദിച്ചുകൊണ്ടിരുന്നാലേ ചിലപ്പോൾ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ അറിയില്ല. പിന്നെ ഇതേ ഈ ആളുകൾക്കുള്ള വേറൊരു ബുദ്ധിമുട്ട് എന്താ പറഞ്ഞാൽ അവർക്ക് സെൽഫ് ഹാം, അതായത് അവർക്ക് സൂയിസൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനൊക്കെ ഉള്ള സ്വന്തം തന്നെ നശിപ്പിക്കാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലായിരിക്കും. ചില ആൾക്കാർ അത് ഭയങ്കര കോൺക്രീറ്റ് ആയിട്ട് എങ്ങനെ മരിക്കണം എന്ന് വരെ പ്ലാൻ ചെയ്ത് വെച്ച ആൾക്കാരുണ്ടാവും. മരിക്കണമെന്ന് മാത്രമല്ല, എപ്പോഴെങ്കിലും ഇപ്പോൾ നമുക്കൊക്കെ തോന്നും എങ്ങനെയെങ്കിലും മരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നുന്ന സന്ദർഭം ഉണ്ടാവും. അതങ്ങനെയല്ല, ഇത് സായിയായിട്ട് അതന്നെ പിന്നെ അവർക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് മേജർ ഡിപ്രഷനായിരിക്കും. അതിന് അതിൻ്റേതായ ചികിത്സ വേണം. പിന്നെ ചികിത്സയും പല രീതിയിലാണ്. ഇപ്പം ചെറിയ ഡിപ്രഷനൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ കൗൺസിലിംഗ് മാത്രം മതിയാവും. കുറച്ചും കൂടി അധികം ഡിപ്രഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആൻറ്റി ഡിപ്രസൻറ്റ് സൈക്യാട്രിൻ്റെ ഇതിൽ ചെയ്യേണ്ടി വരും. പിന്നെ മേജർ ഡിപ്രഷൻ ആണെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടി ചികിത്സകളൊക്കെ ഉണ്ട്. അതിലൊന്ന് പണ്ടത്തെ നമ്മളെ ECT എന്നൊക്കെ പറഞ്ഞ് ചെറിയ ഇത് കൊടുക്കുന്ന ഒരു ചികിത്സ ഉണ്ടായിരുന്നു. അതിൻ്റെ മൈനർ MECT എന്ന് പറഞ്ഞാൽ മോഡിഫൈഡ് ECT ഉണ്ട്. പിന്നെ ഇപ്പോൾ ഏറ്റവും ഒരു പുതിയ ചികിത്സ വന്നിട്ടുള്ളത് TMS എന്ന് പറഞ്ഞാൽ ട്രാൻസ്ക്രേനിയൽ മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ. ഫ്രോണ്ടൽ ലോബിൻ്റെ കുറച്ചും കൂടി ഇതിൽ പിന്നെ ഞങ്ങൾ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയും. അവിടേക്ക് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്താൽ ഈ റിഫ്രാക്ടറി മരുന്നുകൊണ്ടൊന്നും ശരിയാവാത്ത ആൾക്കാർക്കും നല്ല ചികിത്സ കൊടുക്കാൻ പറ്റും.